മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ രീതിയിൽ വഷളായിരുന്നു. കാരണം നമുക്ക് അവിടെ അറിയാം, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും സന്യാസി അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ബന്ധം വഷളാവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ നിരന്തര വെല്ലുവിളികളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെല്ലുവിളികളൊന്നും ഇന്ത്യ വലിയ രീതിയിൽ പരിഗണിച്ചിട്ട് പോലുമില്ല. എന്നാലും അവരുടെ എല്ലാം ചില നേതാക്കൾ പറയും കൊൽക്കത്ത പിടിച്ചെടുക്കും, ബീഹാർ പിടിച്ചെടുക്കും, പല ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അതിനെല്ലാം ഇന്ത്യ പരമപുച്ഛത്തോടെ തന്നെ അവഗണിച്ചു കളഞ്ഞെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ഉള്ളുവേലി കെട്ടുകയും അതിർത്തി തിരിക്കുന്ന രീതിയിലേക്കെല്ലാം ഇന്ത്യ സർക്കാരുകൾ പോയെങ്കിൽ ഇപ്പോൾ ത്രിപുരയിലാണ് നാട്ടുകാരും ബംഗ്ലാദേശികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയും അതിൽ 3 ബംഗ്ലാദേശികൾ കൊല്ലപ്പെടുകയും ഒരു ഗ്രാമീണൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും അതോടൊപ്പം തന്നെ 3 ബംഗ്ലാദേശികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശികളുടെ വലിയ രീതിയിലുള്ള കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മുടെ രാജ്യത്തെ തകർക്കാനായി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ കടന്നു കയറുക. പ്രത്യേകിച്ച് ബംഗാളെല്ലാം നമുക്കറിയാമല്ലോ, ഈ ബംഗ്ലാദേശികളിൽ നിന്ന് എത്തിയ ജിഹാദികളാണ് പല ദിവസങ്ങളിലും പല തവണയും ദുർഗാലക്ഷ്മി ആഘോഷങ്ങൾ ഉൾപ്പെടെ ദുർഗാ പൂജയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അവർ ഇന്ത്യൻ പൗരന്മാരുടെ പേര് സ്വീകരിച്ച് ഈ സർക്കാരിന്റെ പിന്തുണയോടുകൂടി തന്നെ ആധാറും മറ്റു രേഖകളും ഉണ്ടാക്കി കേരളത്തിലും ഇന്ത്യയിൽ അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. കേരളത്തിലുമുണ്ട്, അവരില്ലാത്ത സ്ഥലങ്ങളില്ല. പെരുമ്പാവൂരെല്ലാം നാം ചിലപ്പോൾ വലിയ രീതിയിൽ പരിശോധന നടത്തിയാൽ ഒരു തരിയെങ്കിലും, നമ്മുടെ സർക്കാർ പറയുന്നത് പോലെ ഒരു തരിയെങ്കിലും കണ്ടെത്തും. എന്തായാലും ഇതിലേക്ക് വരികയാണെങ്കിൽ, ഇത് കന്നുകാലികളെ മോഷ്ടിക്കാനായി അതിർത്തി കടന്നെത്തിയ ബംഗ്ലാദേശി പൗരന്മാരും ഗ്രാമീണരുമായാണ് സംഘർഷം ഉണ്ടായത്. ഇതിൽ 3 ബംഗ്ലാദേശികളും ഒരു ഗ്രാമീണരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ത്രിപുരയിലാണ്, ഈ അതിർത്തി പ്രദേശത്താണ് ഇത്തരം പ്രശ്നമുണ്ടായത്. കന്നുകാലികളെ മോഷ്ടിക്കാൻ കുടിയേറ്റക്കാർ ശ്രമിച്ചെന്നും തുടർന്ന് സംഘർഷത്തിലാണ് ബംഗ്ലാദേശികൾ കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ട്. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കുടിയേറ്റക്കാർ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ കടന്നു കയറിയ ബംഗ്ലാദേശികൾ ഈ പശുവിനെ മോഷ്ടിക്കുകയും അതിനെ എതിർത്ത നാട്ടുകാരെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യക്കാരായ ജനങ്ങൾ, ത്രിപുരയിലെ നിവാസികൾ തിരിച്ചടിക്കുകയും അതിലാണ് ഈ 3 ജിഹാദികൾ മരണപ്പെട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ ബംഗ്ലാദേശ് അധികൃതർക്ക് കൈമാറിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയോട് മുട്ടാൻ ബംഗ്ലാദേശ് വളർന്നിട്ടില്ല. കാരണം ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തി വിഭജിച്ചു പോയ ഒരു രാജ്യമാണല്ലോ. പാകിസ്ഥാനോടൊപ്പം 1947 പോവുകയും പിന്നീട് ഇന്ത്യയുടെ തന്നെ സഹായത്തോടു കൂടി തന്നെ 1971 രൂപീകരിച്ച ബംഗ്ലാദേശ് എന്തായാലും ഇന്ത്യ പോലുള്ള ഒരു ലോകശക്തിയോട്, ഇന്നലെ തന്നെ വാർത്തകൾ വരുന്നുണ്ടല്ലോ, വ്യോമസേനയിൽ ലോകത്തെ 3ാമത്തെ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ശക്തിയിൽ 5-നുള്ളിൽ എത്തിയിരിക്കുകയാണല്ലോ നമ്മുടെ രാജ്യം. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അത് 3ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തോട് മുട്ടാൻ, ആ രാജ്യത്തെ ജനങ്ങളോട് മുട്ടാൻ ബംഗ്ലാദേശ് വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും 3 ജിഹാദികളെ പടമാക്കി വിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ പ്രതിരോധിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരനും മരണപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കൃത്യമായി തന്നെ ഇനിയും ഇത്തരം ആക്രമണങ്ങൾക്ക് വേണ്ടി തുനിയുകയാണെങ്കിൽ ഇനി മറുപടി കൊടുക്കാൻ ഇറങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായിരിക്കില്ല, ഇന്ത്യയുടെ സൈനികരായിരിക്കും. ഇന്ത്യയുടെ സൈനികർ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, പിന്നീട് ഈ ജിഹാദികളെ ഒന്നും അവിടെ പൊടിയിട്ട് നോക്കിയാൽ കാണാത്ത അവസ്ഥയിലേക്ക് മാറും. പെഹൽഗാം എല്ലാം അതിനൊരു ഉദാഹരണമാണ്. വലിയ രീതിയിൽ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ശേഷം അങ്ങ് AC മുറിയിൽ ഈ പള്ളികളിൽ ഒളിച്ചു താമസിക്കാമെന്ന്, അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഒളിച്ചു താമസിക്കാമെന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിൽ, ആ ഭീകരവാദികൾ ഉറക്കമെണീച്ചപ്പോൾ കണ്ടതോ വലിയ വലിയ തകർന്ന കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ ഈ
ഭീകരവാദികളെയുമാണ് നാം സംഭാവന ചെയ്തത്. അത്തരത്തിൽ ഒരു ആക്രമണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ ഞാൻ തുറക്കാൻ പറഞ്ഞതുപോലെ തന്നെ ത്രിപുര പോലീസിൻ്റെ സഹായം മാത്രം മതി. അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാത്രമേ നിലവിൽ ബംഗ്ലാദേശ് വളർന്നിട്ടുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ ബംഗ്ലാദേശി കലാപം ഉണ്ടാക്കിയ ശേഷം, അവിടെ നമുക്കറിയാം, അവിടെ സർക്കാരിനെ വീഴ്ത്തിയ ശേഷം അവിടെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ശരിയത്ത് നിയമവുമായി മുന്നോട്ട് പോവുകയാണ്, ഹിന്ദുക്കൾ ആക്രമിക്കുകയാണ്. പക്ഷെ അവിടെ പട്ടിണിയും പരിവട്ടുമാണ്. പട്ടിണിയും പരിവട്ടും വരുമ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും പിന്നീട് അവിടെ പോയി ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവർ പിന്തുടർന്നു വരുന്നത്. അങ്ങനെ വേണ്ട. ബംഗ്ലാദേശിൽ ഹൈന്ദവരെ ആക്രമിക്കുന്നവർ ഇന്ത്യയിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ട. അതിന് കൃത്യമായ നടപടിയെടുക്കണം. അത് നാം ആസാം സർക്കാരിനെ മാതൃകയാക്കണം. ആസാമിലെ സർക്കാർ ഇപ്പോൾ അവിടെ രീതിയിൽ CAA നടപ്പിലാക്കുന്നുണ്ട്. അവിടെ നിന്നും നുഴഞ്ഞു കയറിയവർ, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ കൃത്യമായി പുറത്താക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു, പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ആസാം സർക്കാരിനെ മാതൃകയാക്കി പോകണം. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നമിരിക്കുന്നത് ബംഗാൾ സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. ബംഗാളിലും ഈ ബംഗ്ലാദേശികൾ ഒരു വോട്ട് ബാങ്കായിട്ടാണ് കാണുന്നത്. കാരണം ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്ക് പൂർണ്ണമായി തന്നെ അവർ വോട്ട് നൽകും. അത് ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് CPM സർക്കാരാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കൃത്യമായി തന്നെ മുതലാക്കിയിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്നവർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വോട്ടർ പട്ടിക അടക്കമുള്ളവ നൽകുകയും പിന്നീട് അവർക്ക് അവിടെ സ്ഥിര താമസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണപ്പോൾ അത് മമതാ ബാനർജിയാണ്. CPM കാണിച്ചത് എന്താണോ അതിനേക്കാൾ ഗുരുതരമായ വീഴ്ചയോടുകൂടി തന്നെ ഗുരുതരമായ രീതിയിൽ അവിടെ നടപ്പിലാക്കുകയാണ്. ആര് വന്നാലും ആധാറും മറ്റു രേഖകളും നൽകുകയാണ്, അന്വേഷണം നടത്തുന്നില്ല. പക്ഷെ അവിടെ ഒരു സർക്കാരിൻ്റെ മാറ്റം അനിവാര്യമായിരിക്കുന്നു. എത്രയും വേഗം ജനങ്ങൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവരെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിലേക്ക് ഈ ജിഹാദികൾ തങ്ങളുടെ വീട്ടുമുറ്റത്തെത്തി തങ്ങളുടെ വാതിലുകൾ മുട്ടുന്ന രീതിയിലേക്ക് വരുന്ന സമയം കാത്തിരിക്കാതെ വളരെ വേഗം മാറി ചിന്തിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും. അത് അങ്ങനെ ബാധിച്ചത് കൊണ്ടാണ് ഈ ആസാമിലെയും ത്രിപുരയിലെയും നാട്ടുകാർ നിലവിലെ സർക്കാരുകളെ അധികാരത്തിൽ എത്തിച്ചത്. നിലവിലെ സർക്കാരുകൾ ഈ ബംഗ്ലാദേശികൾക്കെതിരാണ്. പക്ഷെ ഈ ബംഗാളിലെ സർക്കാരോ അവർക്ക് അനുകൂലമാണ്. അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇതാണ് ആ സംസ്ഥാനമാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ത്രിപുരയിലും ആസാമിലെ അതിർത്തികൾ ശക്തിപ്പെടുമ്പോൾ ആ പ്രദേശം വഴി കയറി ഇങ്ങ് ഇന്ത്യയിലേക്ക് വരുന്നവരാണ്. ഇന്ത്യയിലേക്ക് വരുന്നു. കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഒരു 3-4 മാസം മുൻപ് കാഞ്ഞങ്ങാട് നിന്നും ഇത്തരം ഒരു ഭീകരവാദി പിടികൂടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഭീകരവാദികൾക്ക് ഏത് പ്രദേശങ്ങളിലേക്കും കടന്നു കയറാനുള്ള ഒരു കേന്ദ്ര ബിന്ദുവായി നിലവിൽ ബംഗാൾ മാറുന്നുണ്ട്. അപ്പോൾ ബംഗാളിൽ ഒരു മാറ്റമുണ്ടായാൽ മാത്രമേ, ബംഗാളിൽ തടയിട്ടാൽ മാത്രമേ, ഇപ്പോൾ ഒരു വൈറസ് ഉണ്ടായാൽ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം ഉണ്ടായാൽ അതിനെ ആ ഭാഗം കണ്ടെത്തി കരിച്ചു കളയണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാൾ ആണ് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു. മമതാ ബാനർജിയാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു. മമതാ ബാനർജി വീഴാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും ബംഗ്ലാദേശും കുറച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരും വിചാരിച്ചാൽ ഇന്ത്യ അങ്ങ് എന്തോ ചെയ്തു കളയാമെന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ ഇപ്പോൾ സൗഹൃദ രാജ്യമായി കാണുന്ന പാകിസ്ഥാനോടെങ്കിലും ഇതിനെക്കുറിച്ച് വിശദാംശങ്ങൾ തേടണം. എങ്ങനെയാണ് ഇന്ത്യയെ ചൊറിഞ്ഞാലുള്ള പ്രതികരണമെന്ന് പാകിസ്ഥാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനിയും കൂടുതൽ നീക്കങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.